ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു അടിപൊളി ബീഫ് റോസ്റ്റ് റെസിപ്പി ആയാലോ. അപ്പം നമ്മുടെ ബീഫും ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് മസാലകളൊക്കെ റെഡിയാക്കി വെച്ചാൽ വേഗം നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് ഫസ്റ്റ് കാണിച്ച മസാല അതിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ കുറച്ചൊരു ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 5-6 വിസിൽ വേണ്ടി വന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ നമ്മളൊരു പാനിൽ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. പിന്നെ കടുക് പൊട്ടിച്ച് നേരെ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യണം. ചെറിയുള്ളി നല്ലപോലെ മിക്സ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. നമ്മൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന വേറെ ആരുമല്ല, നമ്മുടെ തങ്കക്കൂടാണ്. വിശേഷമാണ്. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കുക്കിങ്ങിൽ. നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റോസ്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതിന് കൂടെ പെപ്പറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെപ്പർ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ യമ്മി ബീഫ് റോസ്റ്റ് ഇസ് റെഡി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.